നമസ്കാരം. ഇന്ന് മാജിക് പ്രാക്ടീസ് ഡേ 14. ഹാവ് എ മാജിക്കൽ ഡേ. പലപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് ചിലപ്പോൾ ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോയി എന്ന് പല ആൾക്കാരും പറയാറില്ലേ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ രാവിലെ ബ്ലെസ്സിങ് എഴുതുന്നതും രാത്രി കിടക്കുമ്പോൾ നമ്മൾ മാജിക് റോക്ക് പ്രാക്ടീസും ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചാണ്, ഡേ എൻഡ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചാണ്. അപ്പോൾ ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ആ പ്രാക്ടീസ് ചെയ്യുന്നത്. ഡേയിലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബ്ലെസ്സിങ്സ് എഴുതുന്നത് അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കാനും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയാണ്. സോ പലപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ ലൈഫിൽ. എപ്പോഴും പല കാര്യത്തിനും നമുക്ക് പല ആൻസൈറ്റീസും ഒരു പേടിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് മടി വരും സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ. മേ ബി ഒരാളോട് ദേഷ്യം കാണും, അങ്ങനെ പലതും കാണും. ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ പൊട്ടയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ കാണുമായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നിങ്ങളെ എപ്പോഴും പിടിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ട കാര്യം എന്താ, നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ ഡേ ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ബ്ലെസ്സിങ്സ് എഴുതണം. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. 28 ഡേയ്സും മാജിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്ലെസ്സിങ്സ് എഴുതാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, അന്നത്തെ ദിവസം മേ ബി എന്താണോ നിങ്ങളുടെ പ്ലാൻ, മോർണിംഗ് ടു നിങ്ങൾ കിടക്കുന്ന ആ സമയം, ബെഡ് ടൈം വരെയുള്ള പല പ്ലാൻസ് കാണും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ല, പക്ഷെ അവർക്കൊരു സ്മൂത്ത് ആയിട്ട് ഷോപ്പിംഗ് നടക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, അങ്ങനെ നടക്കാൻ വേണ്ടി രാവിലെ എണീക്കുമ്പോൾ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടുന്നു, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്കൊക്കെ കാണുന്ന സ്ഥലത്തിന് തപ്പി കുറേ നടക്കേണ്ട കാര്യം വരാതെ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടി എല്ലാം ഇമാജിൻ ചെയ്ത് സ്മൂത്തായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന കണക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഓഫീസിൽ ചുമ്മാ അനാവശ്യമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യത്തിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണക്ക് കണ്ട് പോവുക. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മോർണിംഗ് ടു നൈറ്റ് കിടക്കുന്നവരെ നിങ്ങളുടെ പല പ്ലാൻസ് കാണുമല്ലോ. മിക്ക ആൾക്കാർക്കും ഒരു ഡേ ചെയ്യേണ്ട പല കാര്യങ്ങളുടെ പ്ലാൻ കാണുമല്ലോ ഓൾറെഡി. അപ്പോൾ ആ പ്ലാനൊക്കെ പ്രോപ്പറായിട്ട് നടന്നു എന്ന് കണ്ട് താങ്ക് യു പറയുക. മേ ബി ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഓഫീസിൽ ബസ് കയറുന്നു, അല്ലെങ്കിൽ സ്കൂട്ടി കാർ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് അതെല്ലാം ഇങ്ങനെ കണ്ട് എല്ലാം സ്മൂത്തായി നടന്നു എന്ന് പറഞ്ഞ് താങ്ക് യു പറയുക. ആ ഒരു കാര്യം നടക്കുന്നതിന് മുൻപ് താങ്ക് യു പറയാം. ഇന്നൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ആ ക്ലയൻറ്റ് മീറ്റിങ്ങിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് ആ ക്ലയൻറ്റുമായിട്ടൊരു നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഒരു എന്തെങ്കിലും പ്രസൻറ്റേഷനും കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ രാവിലെ എണീറ്റ് അന്നത്തെ ദിവസം രാവിലെ എല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നു, പ്രസൻറ്റേഷൻ ചെയ്ത് സ്മൂത്തായി പോകുന്നു, ടീച്ചർ നന്നായിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റി നിങ്ങളുടെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത് എന്ന് പറയുന്നു. എങ്ങനെയെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുക എന്നാണ് ആ ദിവസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും. ഈവനിങ് അന്നത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് രാവിലെ തന്നെ പറയുകയാണ്, എല്ലാം നടന്നു, എല്ലാം നല്ല സ്മൂത്തായി പോയി എന്ന് പറഞ്ഞ് താങ്ക് യു പറയാണ്. ഓരോ കാര്യം നിങ്ങളുടെ പ്ലാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കുന്നവരെ എല്ലാ പ്ലാനും നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് നല്ല പോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടിയെന്ന് മനസ്സിൽ കണ്ട് താങ്ക് യു പറയാം. പിന്നെ ചെയ്യേണ്ട കാര്യം, എല്ലാത്തിനും താങ്ക് യു പറഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യം, അന്നത്തെ ദിവസം എല്ലാ നല്ല ന്യൂസിനും താങ്ക് യു പറയുക. രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.